ഹലോ എവരിവൺ, വെൽക്കം ടു ടോക്ക്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഭാരത് മൊബൈലിറ്റി എക്സ്പോനെ കുറിച്ചാണ്. അപ്പോൾ അതിനു മുൻപ് ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെന്തിനു പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞാലാണ് ആളുകൾ ചെയ്യുമെന്നൊക്കെയാണ് ചില വലിയ ആളുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് എടുത്തു പറഞ്ഞത്. ഇനി നമ്മൾ ഭാരത് മൊബൈലിറ്റി എക്സ്പോനെ കുറിച്ച് പറയുമ്പോൾ കുറേ പ്രതീക്ഷിച്ച പോലെയുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഓരോരോ മോട്ടോർ സൈക്കിളിനെ കുറിച്ച് നോക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഭാരത് മൊബൈലിറ്റി എക്സ്പോ എന്ന് പറയുന്നത് ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ചിലപ്പോൾ ഇനിയും പുതിയ മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്യാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഡേനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഇന്ന് മോർണിംഗ് കുറച്ച് മോട്ടോർ സൈക്കിൾ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യം സുസ്കീർ മോട്ടോർ സൈക്കിൾസ് ആണ്. സുസ്കീർ ഭാഗത്ത് നിന്ന് അവരുടെ ലോഞ്ച് ഇവന്റും അവരുടെ ലൈവൊക്കെ കണ്ടപ്പോൾ ബിഗിനിങ് ഞാൻ വിചാരിച്ചു എന്തോ വലിയ സാധനം കൊണ്ടുവരാൻ പോവാന്നുള്ളത്. പക്ഷെ അങ്ങനെ വലിയ സാധനമൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നത് 3 മോഡൽസ് ആണ്. അതിൽ ഏറ്റവും ആദ്യത്തെ മോഡൽ എന്ന് പറയുന്നത് ആക്സസ് 125ന്റെ OBD2B ആയിട്ടുള്ള പുതിയ വെർഷൻ. അതിൽ പുതിയ DRLA, പുതിയ LED ഹെഡ്ലൈറ്റ്, പുതിയ ടെയിൽ ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് മാറ്റങ്ങൾ, ഒരു കോമൺ ആയിട്ട് വരുന്ന എസ്തറ്റിക്കിലുള്ള ചെറിയ ചേഞ്ചസും ചെറിയ ടെക്നിക്കലായിട്ടുള്ള ചെറിയ അപ്ഡേഷൻസ് മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ജിക്സർ 250 ഫ്ലെക്സ് ഫ്യൂൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോഡൽ. നിങ്ങൾക്കറിയാം 85% വരെ എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിക്സർ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നതാണ് എന്തെങ്കിലും ഒന്ന് സുസുക്കി കൊണ്ടുവന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം. അതാണ് ഏറ്റവും പുതിയ ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക് ആക്സസ്. പക്ഷേ ആക്സസ് ഇലക്ട്രിക് ആയിട്ട് വരുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സസ് പോലെ തന്നെയുള്ള ഒരു മോഡൽ ആയിരിക്കുമെന്നാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിന്റെ ഡിസൈൻ വൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് പണ്ടത്തെ ഒക്കെ ഹോണ്ടയുടെയും സുസുക്കിയുടെയും ഒക്കെ സ്കൂട്ടേഴ്സ് ഉണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു പണ്ടത്തെ സ്റ്റൈലായിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഫ്രണ്ട് ആപ്രോൺ എന്ന് പറയുന്നത് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആപ്രോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, സുസുക്കി ഏറ്റവും ആദ്യമായിട്ടൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ അത് ബർഗ്മാനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ആവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അതിൽ പലതരത്തിലുള്ള പാറ്റന്റ് ഇമേജ്, പല ലീക്ക് ചെയ്തിട്ടുള്ള ഇമേജസ് ഒക്കെ കുറേ നാൾ മുന്നേ വന്നിരുന്നു. പക്ഷേ അവർ ബർഗ്മാനിലുള്ള ഇലക്ട്രിക് വെഹിക്കിൾ എല്ലാം കൊണ്ടുവന്നിരുന്നത് അവരുടെ സുസുക്കി ആക്സസ് എന്ന് പറയുന്ന എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പുതിയ ഒരു മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പറയുന്ന ആക്സസ് ഇലക്ട്രിക് ആക്സസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബിൽഡ് ഇൻ ജപ്പാൻ ആണ്. ഇനി ഫ്ലെക്സ് ഫ്യൂലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫ്ലെക്സ് ഫ്യൂൽ ബേസ് ചെയ്തിട്ടുള്ള കുറേ വാഹനങ്ങൾ കഴിഞ്ഞ വർഷം 2024 ഭാരത് മൊബൈലിറ്റി എക്സ്പോയിൽ ഷോക്കേസ് ചെയ്തതാണ്. അതിൽ കൊണ്ടുവന്ന പല മോഡൽസും മീൻസ് ലോഞ്ച് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു ഷോക്കേസിങ് മാത്രമായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാരത് മൊബൈലിറ്റി എക്സ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു എക്സ്പോ കാണുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്പോയിൽ ഉണ്ടാവുന്ന എല്ലാ മോഡൽസും കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊന്നും അല്ല അവർ അവിടെ ഷോക്കേസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷോക്കേസിങ് എന്ന് പറയുന്ന പോലെയുള്ള ചില കാരണങ്ങളും കൊണ്ട് മാത്രം ചെയ്യുന്നുണ്ട്. അത് വിചാരിച്ച് എല്ലാ വണ്ടിയും ലോഞ്ച് ചെയ്യാനാണ് അവിടെ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ചിന്ത ഒരിക്കലും നിങ്ങൾക്ക് വരരുത്. ഇനി സുസുക്കിയുടെ ഇലക്ട്രിക് ആക്സസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ടുള്ള റേഞ്ച് ഒന്നും അല്ല അവർ പറയുന്നത്. ആകെ കൂടി IDC റേഞ്ച് പറയുന്നത് 95 കിലോമീറ്ററേ പറയുന്നുള്ളൂ. പിന്നെ സ്പീഡ് എന്ന് പറയുന്നത് 71 km/h എടുക്കാമെന്ന് പറയുന്നു. പിന്നെ പവർ എന്ന് പറയുന്നത് 5.5 HP, ടോർക്ക് എന്ന് പറയുന്നത് 50 Nm ഓഫ് ടോർക്ക്. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ പോലെയാണ് ഈ പറയുന്ന ആക്സസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി പഴയ ഒരു സ്റ്റൈലിങ്ങിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു കാരണം എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ത്യയിൽ ഇത് എത്രത്തോളം വിജയിക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ആക്സസിലെ LFP ബാറ്ററീസ് ആണ് വരുന്നത്. ലിഥിയം അയൺ ഫോസ്ഫറേറ്റ് ബാറ്ററീസ് ആണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചും ലോങ്ങർ ലൈഫാണ്. നമ്മൾ നോർമലി ആയിട്ടുള്ള ബാറ്ററിനെക്കാട്ട് കമ്പയർ ചെയ്യുമ്പോൾ 3 or 4 times ലോങ്ങർ ലൈഫ് ഉള്ള ഒരു ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സുസുക്കിയുടെ കാര്യം. വേറെ മാരകമായിട്ടുള്ള ഒരു മോഡലും കൊണ്ടുവന്നിട്ടില്ല. ജസ്റ്റ് ഒരു കുറേ മോഡൽസിന് അപ്ഡേഷൻസ്, അതിനോടൊപ്പം തന്നെ ആക്സസ് എന്ന് പറയുന്ന ഒരു മോഡൽ. ഞാനൊരു ഓഫ് റോഡ് മോഡൽ, കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് മോഡൽ പ്രതീക്ഷിച്ചതാണ്. ജിക്സറിനൊക്കെ നല്ല പുതിയൊരു ഡിസൈനിൽ കൊണ്ടുവരാൻ ചാൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷെ അതൊന്നുമില്ല. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ഓട്ടോ എക്സ്പോ ആയിരുന്നു സുസുക്കിയുടെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്തൊരു മോഡല് നമ്മുടെ ഹീറോ ആണ്. ഹീറോ ഈ ഒരു ഓട്ടോ എക്സ്പോയില് കുറച്ച് തിളങ്ങി എന്ന് പറയാം. എനിക്ക് മറ്റുള്ള ബ്രാൻഡുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഈ ഒരു പ്രാവശ്യം ഓട്ടോ എക്സ്പോയില് വർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് ഹീറോ മോട്ടോകോപ്പാണ്. E85 ആയിട്ടുള്ള എത്തനോൾ ബേസ് ചെയ്തിട്ടുള്ള HF ഡീലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ നോർമൽ കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ വന്നിട്ടില്ലേ, അത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. 85% എത്തനോൾ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്ത മോഡല് ഹീറോ മോട്ടോകോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് സൂം 125 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കറിയാം ഓൾറെഡി ഉള്ള 110cc ആയിട്ടുള്ള സൂമിന്റെ കുറച്ചും കൂടി ബിഗർ വെർഷൻ ആയിട്ടാണ് സൂം 125 എന്ന് പറയുന്ന ഒരു മോഡൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 87,000 രൂപയാണ്. അടുത്തൊരു മാരകമായിട്ടുള്ള ഒരു അപ്ഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറച്ച് നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂം എന്ന് പറഞ്ഞ മോഡലിന്റെ ആ ഒരു 160 ആയിട്ടുള്ള
മോഡൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്താൽ കുറച്ച് നല്ലതാണെന്നുള്ളത്. സോ അത് എന്തായാലും ഹീറോ മോട്ടോകോപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സൂം 160 എന്ന് പറയുന്ന ഒരു മാക്സി സ്കൂട്ടർ സ്റ്റൈലോട് കൂടിയിട്ടുള്ള കുറച്ചും കൂടി നമുക്ക് ബെറ്റർ ആയിട്ട് സിറ്റിയിലാണെങ്കിലും കുറച്ച് ലോങ് ഒക്കെ ഓടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സ്കൂട്ടറാണ് സൂം 160 എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഹീറോ മോട്ടോകോപ്പിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു സ്കൂട്ടർ ആയിരിക്കും. ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനാണ് വരുന്നത്. പ്രൈസ് എന്ന് പറയുന്നത് 1.49 lakh rupees ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡലാണ്, ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിൻ. അങ്ങനെയൊക്കെ നമ്മുടെ യമഹയുടെ എയറോക്സിനൊക്കെ ആയിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു സ്കൂട്ടർ. ഇനി അടുത്ത മോഡലാണ് നമ്മളെല്ലാവരും വളരെ നാളുകളായിട്ട് കാത്തിരുന്ന എക്സ്പൾസിന്റെ 210. അതെന്തായാലും ലോഞ്ച് ചെയ്തു. സ്പെക്കും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഓൾറെഡി നമ്മളതൊക്കെ സംസാരിച്ചതാണ്. എന്തായാലും പ്രൈസിംഗ് എന്ന് പറയുന്നത് വലിയ തെറ്റില്ലാത്ത പ്രൈസിംഗിലാണ് ഹീറോ മോട്ടോകോപ്പ് ഈ ഒരു പുതിയ എക്സ്പൾസ് 210 കൊണ്ടുവന്നിരിക്കുന്നത്. എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.76 lakh rupees ആണ്. 25,000 ആണ് നോർമൽ ആയിട്ടുള്ള ഇപ്പോഴുള്ള കറണ്ട് ജനറേഷൻ ആയിട്ടുള്ള എക്സ്പൾസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് കൂടുതലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൂടുതലെന്ന് പറയുന്നില്ല, കാരണം ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനായി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അടിമുടി മാറ്റിയിട്ടാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു സെയിം ഫ്രെയിമിൽ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരല്ല, മൊത്തത്തിലുള്ള ഒരു അപ്ഡേഷനിലൂടെയാണ് ഈ ഒരു മോട്ടോർ സൈക്കിൾ അവർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് വലിയ തെറ്റില്ലാത്ത പ്രൈസിംഗ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അതിൽ തന്നെ ഉള്ള അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയബിലിറ്റിയുടെ കാര്യം കുറച്ചുകൂടി ബെറ്റർ ആവുമോ അല്ലെങ്കിൽ ആവണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഇനി അടുത്ത മോഡലാണ് എക്സ്ട്രീം 250R എന്ന് പറയുന്ന മോഡൽ. അതും നമ്മൾ വളരെയധികം നാളായിട്ട് കാത്തിരുന്ന മോഡലാണ്. ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 1.80 lakh rupees ആണ് എക്സ്ഷോറൂം. അതൊരു ഇൻട്രൊഡ്യൂസറി പ്രൈസ് ആണ്. ഇനി അതിന്റെ ലുക്കിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള ലുക്കായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് എനിക്ക് തോന്നി. ഹീറോ ഇത്രയും എക്സ്ട്രീം 160R ലുക്കുള്ള മോട്ടോർ സൈക്കിൾ ആണെങ്കിലും അതിനേക്കാളും ഷാർപ്പായിട്ടുള്ള കുറച്ചും കൂടിയും എയറോ ഡൈനാമിക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഒക്കെ പോലെ എനിക്ക് തോന്നി. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടാതിരുന്നിട്ടുണ്ടായിരിക്കാം. അലോയ് വീലിന്റെ ആ ഒരു സിൽവർ കളർ, നമ്മുടെ അലോയ് സ്പോക്ക് വരുന്നതിന്റെ ആ ഒരു സിൽവർ കളർ റിമ്മിലേക്ക് കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. അവരുടെ ഹാർലി ഡേവിഡ്സൺ X440 ഓൾമോസ്റ്റ് ആ ഒരു ടൈപ്പ് ഓഫ് ഒരു അലോയ് വീലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു സ്പോർട്ടി ലുക്കായിട്ട് അതുമാത്രം ഒരു ക്ലാസിക്കൽ ടച്ച് വന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതും താഴെ കമന്റ് ചെയ്യുക. ഇതല്ലാതെ നമുക്കറിയാം ഐക്മോ ഓട്ടോ എക്സ്പോയിൽ ഇതിനേക്കാൾ കൂടുതൽ മോട്ടോർ സൈക്കിൾസ് ഹീറോ മോട്ടോകോപ്പ് ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. XMR 250, പിന്നെ വിദ സി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡല്, പിന്നെ കരീഷ്മയുടെ കോമ്പാറ്റ് എന്ന് പറയുന്ന ഒരു എഡിഷൻ, പിന്നെ മാവറിക് 440 ഏറ്റവും പുതിയ USD ഫോക്സ് ഒക്കെ ആയിട്ടുള്ള ഒരു എഡിഷൻ. അതൊക്കെ കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീറോ മോട്ടോകോപ്പ് ലോഞ്ച് ചെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹീറോ മോട്ടോകോപ്പിന്റെ കാര്യം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഞ്ചും കാര്യങ്ങളൊക്കെ ഹീറോ മോട്ടോകോപ്പിന്റെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന ഭാരത് മൊബൈലിറ്റി എക്സ്പോ നടന്നിട്ടുണ്ട്. ഇനിയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് കുറേ പേഴ്സണലായി മെസ്സേജ് അയച്ചിട്ട് ചോദിച്ച കാര്യം, യമഹയുടെ പവലിയൻ അല്ലെങ്കിൽ യമഹയുടെ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഷോക്കേസ് ചെയ്തിരിക്കുന്ന മോഡൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഒരു മോഡൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇതിനെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചതാണ്. അതാണ് യമഹയുടെ ലാൻഡർ 250 എന്ന് പറയുന്ന FC250 ബേസ് ചെയ്തിട്ടുള്ള ഓഫ് റോഡ് മോട്ടോർ സൈക്കിൾ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മോട്ടോർ സൈക്കിള് യമഹ ഷോക്കേസിങ് മാത്രമാണ് ഇന്ത്യയിൽ ചെയ്യുന്നത്, അതല്ലാതെ ലോഞ്ചിങ് അല്ല. യമഹ തൊട്ടടുത്ത് ലോഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് പോലും നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. കാരണം പല മീഡിയാസും ഇത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത പോലെ അല്ലെങ്കിൽ ഇപ്പം അടുത്ത് ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറയുന്ന പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷേ നമുക്കറിയാനായിട്ട് സാധിച്ചതും അതുപോലെ തന്നെ യമഹയുടെ പവലിയൻ അല്ലെങ്കിൽ ആ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യില്ല, അതിന് തൊട്ട് മുന്നിൽ ഒരു ബോർഡ് ഉണ്ടായിരിക്കും. അതിൽ ആ ഒരു ബോർഡിൽ കൊടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ദിസ് ഈസ് ഫോർ ഷോക്കേസിങ് പർപ്പസ് എന്നാണ്. അപ്പൊ അത് ലോഞ്ച് ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ, പെട്ടെന്ന് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. നമ്മളെ അട്രാക്ട് ചെയ്ത് നിർത്താനാണോ അല്ലെങ്കിൽ ഇനി കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ട്രിക്ക് യമഹ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. പിന്നെ അടുത്തൊരു കാര്യം പിന്നെ T7 ആണ്, യമഹയുടെ 1080 700. അതും വേൾഡ് റൈഡ് എഡിഷൻ ആണ്. വേൾഡ് റൈഡ് എഡിഷൻ എന്ന് പറയുന്നത് ഡ്യുവൽ ഫ്യൂൽ ടാങ്ക് വരുന്ന കുറച്ചും കൂടി ഓഫ് റോഡ് കാപ്പബിൾ ആയിട്ടുള്ള റാലി എഡിഷൻ ഒക്കെ പോലെയുള്ള ഒരു മോഡലാണ് ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതും ഈ പറയുന്ന പോലെ അടുത്തൊന്നും ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. കാരണം ഇന്ത്യയിൽ ഒരിക്കലും ഒറ്റയടിക്ക് വേൾഡ് റൈഡ് എഡിഷൻ കൊടുക്കില്ല. കാരണം കുറച്ചും കൂടി ലെസ്സർ ആയിട്ടുള്ള കുറച്ചും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗിൽ 1080 700 വരണമെന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ ആയിട്ടുള്ള 1080 ആയിരിക്കും ഇന്ത്യയിൽ കൊണ്ടുവരേണ്ടത്. ആ ഒരു സ്ഥാനത്ത് ഈ പറയുന്ന വേൾഡ് റൈഡ് എഡിഷൻ എന്ന് പറയുന്ന ഒരു എഡിഷന്റെ മാത്രം ഷോക്കേസ് ചെയ്ത് അത് മാത്രമാണ് ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇനി അതും വരാൻ തൊട്ടടുത്തൊന്നും വരാൻ ചാൻസ് ഇല്ലേ എന്നുള്ള ഡൗട്ടുകളാണ് വന്നിരിക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവിടെ കാണിച്ചിരിക്കുന്ന ഷോക്കേസ് ചെയ്തിട്ടുള്ള എല്ലാ മോഡലും വരാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഷോക്കേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ് ഈ പറയുന്ന ലാൻഡർ 250യുടെയും 1080 700യുടെയും കാര്യം. പിന്നെ അടുത്ത മോഡൽസ് യമഹ ഷോക്കേസ് ചെയ്തിരിക്കുന്നത് R7, MT-09, MT-C
07 R1M അതൊക്കെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച മറ്റ് പല മോഡലുണ്ട്. അതിലുള്ള മോഡൽ എന്ന് പറയുന്നത് XSR 155 അവർ ഷോക്കേസ് ചെയ്തിട്ടില്ല. അതൊന്നും ഇനി കൊണ്ടുവരാനുള്ള പ്ലാൻ ഇല്ലാണ്ടാണോ അല്ലെങ്കിൽ നമ്മളെ കുറച്ചും കൂടി ത്രില്ലടിപ്പിക്കാൻ വേണ്ടിയാണോ, അതൊക്കെ ഇനി കണ്ടറിയേണ്ടതിരിക്കുന്നു. പിന്നെ വന്നിരിക്കുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ FCSന്റെ ഹൈബ്രിഡ് വെർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. FCSന്റെ ഹൈബ്രിഡ് വെർഷൻ എന്ന് പറയുന്നത് വലിയ ആനത്തല വണ്ടിയൊന്നുമല്ല. നിങ്ങൾക്കറിയാലോ SMG എന്ന് പറയുന്ന സ്മാർട്ട് മോട്ടോർ ജനറേറ്റർ. ഇപ്പോൾ ഫസീനോയിലൊക്കെ നിങ്ങൾക്കറിയാലോ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സിസ്റ്റം അല്ലെങ്കിൽ സൈലന്റ് സ്റ്റാർട്ട്, പിന്നെ ചെറുതായിട്ട് ബൂസ്റ്റിംഗ്, മൈൽഡ് ഹൈബ്രിഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മൈക്രോ ഹൈബ്രിഡ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കാര്യം. ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിൾ അപേക്ഷിച്ചെടുത്തോളം അത് നല്ലൊരു കാര്യമാണ്. സ്റ്റാർട്ടിംഗ് മോട്ടോർ വേണ്ട, സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിരിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷേ അതല്ലാതെ യമഹ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ലോഞ്ച് ചെയ്തിട്ടില്ല. യമഹ ഞാൻ പറഞ്ഞ യമഹയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിൽ കൂടുതൽ യമഹയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചതാണ്. അത് നമുക്ക് ആ ഒരു പ്രതീക്ഷ മാത്രമായി കഴിഞ്ഞു. ഇനി അടുത്ത മോഡലാണ് TVSന്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ TVS ലോഞ്ച് ചെയ്തിരിക്കുന്നതിലെ അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്തിരിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഏറ്റവും ആദ്യം പറയാം. ഒന്ന് iVision എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചർ ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു കൺസെപ്റ്റ്. അടുത്തൊരു കൺസെപ്റ്റ് അവർ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഷോക്കേസ് ചെയ്തിരിക്കുന്നത് ജുപ്പിറ്ററിന്റെ CNG കൺസെപ്റ്റ് ആണ്. ജുപ്പിറ്ററിൽ CNG കൊടുത്തിരിക്കുക. നമ്മൾ നോർമലി ആയിട്ടുള്ള ജുപ്പിറ്ററിൽ തന്നെ ഒരു CNG കൊടുത്തിട്ടുള്ള ഒരു മോഡലാണ്. നമുക്കറിയാം ഫ്രീഡം 125 എന്ന് പറയുന്നത് വലിയൊരു റെവല്യൂഷൻ ആയതുകൊണ്ട് തന്നെ TVS ആ ഒരു റെവല്യൂഷന്റെ ഭാഗമാകാൻ വേണ്ടിയായിരിക്കാം അവരുടെ ജുപ്പിറ്ററിലും ഒരു CNG മോഡൽ കൊടുത്തിരിക്കുന്നത്. എന്തായാലും അത് കൺസെപ്റ്റ് ആണ്. പക്ഷേ CNG ടാങ്ക് വരുന്നത് സീറ്റിന്റെ അടിയിലാണ്. അതുകൊണ്ട് തന്നെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഒക്കെ ഒന്നുമില്ല, അണ്ടർ സീറ്റ് സ്റ്റോറേജ്. അതുകൊണ്ട് അത് എത്രത്തോളം കൺവീനിയന്റ് ആയിരിക്കും ഒരു ഇന്ത്യൻ കസ്റ്റമറിന് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഇല്ലാതെ ഒരു സ്കൂട്ടർ വന്നാൽ ബെറ്റർ ആവുമോ എന്നുള്ള ഡൗട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ബജാജ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അവരുടെ ഏറ്റവും ആദ്യത്തെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ CNG ബേസ് ചെയ്തിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കുമ്പോൾ അതൊരു കമ്മ്യൂട്ടർ മോട്ടോർ സൈക്കിൾ ആയിട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അവർക്കും ഒരു സ്കൂട്ടർ കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ സ്പേസിന്റെ കാര്യം അവർ നല്ലപോലെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് TVSന്റെ ഏറ്റവും ആദ്യം പറയാനുള്ളത്. പിന്നെ അടുത്തൊരു കാര്യം, TVSന്റെ അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് TVS RTX D4 എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ മുന്നേ റിവ്യൂ ചെയ്തിട്ടുള്ള ആ ഒരു എഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ള RTSX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മോട്ടോർ സൈക്കിൾസ് TVS ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് തന്നെയാണ്. അതും കൺസെപ്റ്റ് മാത്രമായിട്ട് ഇരിക്കാൻ ചാൻസ് ഉള്ളൂ, തൊട്ടടുത്തൊന്നും ലോഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഇല്ല. പിന്നെ ഒരു മോഡല് TVS ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ അതിന് മുൻപ് തന്നെ അതിന്റെ കുറച്ച് സ്പൈ ഇമേജസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും പുതിയ TVSന്റെ RTX 300 എന്ന് പറയുന്നിട്ടുള്ള അഡ്വഞ്ചർ ടൂറർ മോട്ടോർ സൈക്കിൾ. ലുക്കിങ്ങിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, മോട്ടോ ഗുസി, പിന്നെ ഹോണ്ടയുടെ ആഫ്രിക്ക ട്യൂൻ, അങ്ങനെ പല തരത്തിലുള്ള മോട്ടോർ സൈക്കിളിന്റെ ഡിസൈൻ, ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൾക്കി ആയിട്ടുള്ള ഒരു അടിപൊളി അഡ്വഞ്ചർ ടൂറായിട്ട് തന്നെയാണ് TVSന്റെ ആ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കളർ കൂടിയാണ് ഇപ്പോൾ സ്പൈ ഷോട്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും അത് നന്നായിട്ടുണ്ട്. അതിന്റെ ലോഞ്ച് ഇതുവരെ കഴിഞ്ഞിട്ടില്ല, മിക്കത് ഇന്ന് നൈറ്റ് ഒക്കെ ആയിരിക്കും ലോഞ്ച് വരിക. അപ്പോൾ നമുക്കറിയാം പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ. എന്തായാലും ലുക്സ് ഗുഡ്, ബൾക്കിയർ ആയിട്ടുള്ള നല്ലൊരു അഡ്വഞ്ചർ ടൂറർ എന്ന് പറയുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എഞ്ചിൻ വെച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഒരു മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എഞ്ചിന്റെ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് TVSന്റെ കാര്യങ്ങൾ. ഇനി അടുത്ത മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BMW ആണ്. BMWന്റെ കൺസെപ്റ്റാണ് ഏറ്റവും ആദ്യം പറയുന്നത്. അത് BMW F450 GS എന്ന് പറഞ്ഞിട്ടുള്ള ആ ട്വിൻ സിലിണ്ടർ ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന്റെ കൺസെപ്റ്റ് മോഡലാണ് ഐക്മേൽ ഷോക്കേസ് ചെയ്തത്. ഇവിടെയും അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2 മോഡലാണ്. ഒരെണ്ണം R1300 GS, നമ്മൾ നോർമലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന 1300 GSന്റെ അഡ്വഞ്ചർ എഡിഷൻ, കുറച്ചും കൂടിയും ഓഫ് റോഡ് എഡിഷൻ ആയിട്ടുള്ള, കുറച്ചും കൂടിയും കാപ്പബിലിറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് R1300 GS എന്ന് പറയുന്നത്. ഒരു ബോക്സി ഡിസൈൻ ആണ്. ഒരു കണ്ടാമൃഗത്തിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് BMW ആ ഒരു മോട്ടോർ സൈക്കിൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് തന്നെ. ആ ഒരു മോട്ടോർ സൈക്കിൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കണ്ടാമൃഗത്തിന്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 23 ലക്ഷം, അത്ര തന്നെ പറയാം, 23 ലക്ഷത്തിനാണ് ആ ഒരു മോട്ടോർ സൈക്കിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസും വരുന്നത്. ഇനി അടുത്തൊരു മോട്ടോർ സൈക്കിൾ BMW ലോഞ്ച് ചെയ്തിരിക്കുന്നത് BMW S1000 RR ആണ്. അതിന്റെ എക്സ്ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 21,10,000. അപ്പോൾ ഇതൊക്കെയാണ് BMWന്റെ ഇതുവരെയുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത മോഡലാണ് ഹോണ്ടയുടെ മോട്ടോർ സൈക്കിൾ. അത് ഹോണ്ടയുടെ ഒരു ഫ്ലെക്സ് ഫ്യൂൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞി എന്ന് പറയുന്നത് 160cc ആയിട്ടുള്ള ഒരു എൻഡ്യൂറോ കൈൻഡ് ഓഫ് മോട്ടോർ സൈക്കിൾ ആണ്. ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ആണ്. അതിന്റെ പേരാണ് ഹോണ്ട NXR 160 എന്ന് പറയുന്നത്. ജസ്റ്റ് ഷോക്കേസിംഗ് മാത്രമേ ഉള്ളൂ. അതിന്റെ ലോഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒറ്റയടിക്ക് ഷോക്കേസിംഗ് ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഷോക്കേസിംഗിന് വേണ്ടി മാത്രം കൊണ്ടുവന്ന മോഡലാണ്. ഷോക്കേസിംഗ് കഴിഞ്ഞാൽ നേരെ ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ ഇവിടെ അവരുടെ ഫാക്ടറിയിൽ മാത്രം ഉള്ളിലിരിക്കാൻ ചാൻസ് ഉള്ള ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നിയത്. നല്ല നീറ്റായിട്ടുള്ള ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ ആണ്. ഇന്ത്യയിലൊക്കെ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സെയിൽ ഉണ്ടാവും. ഫ്രണ്ട് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചില മോട്ടോർ സൈക്കിളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെയുള്ള കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളിലൊക്കെ കണ്ട ടൈപ്പ് ഓഫ് ഹെഡ്ലൈറ്റ്.
ആയിട്ട്, പക്ഷേ ഒരു എൻഡ്യൂറോ ലുക്ക് ഉണ്ട്. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ, അപ്സെഫ്റ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ്, ലോങ്ങർ ആയിട്ടുള്ള ട്രാവൽ, സസ്പെൻഷൻ ട്രാവൽ എല്ലാം ഉള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. നമ്മുടെ KLX 213 കോമ്പറ്റ് ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു എൻഡ്യൂറോ മോട്ടോർ സൈക്കിൾ. പക്ഷേ അത് ലോഞ്ച് ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഇവിടെയും ഹോണ്ടയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന പല മോഡൽ ഇപ്പോഴും ഹോണ്ട തന്നിട്ടില്ല. കാരണം കഴിഞ്ഞ വർഷം നമ്മൾ അവരുടെ 300cc ആയിട്ടുള്ള അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വെയിറ്റ് ചെയ്തതാണ്, പക്ഷെ അത് അവർ തന്നില്ല. അത് പല തവണ ഇന്ത്യയിൽ നമ്മൾ പല ഇന്ത്യയിലുള്ള ആ ഒരു റേഞ്ചിലുള്ള മോട്ടോർ സൈക്കിളിനായിട്ട് കോമ്പറ്റ് ചെയ്യുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ഒപ്പം നമ്മൾ സ്പൈ ഷോട്ട് ചെയ്തതാണ്, ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട്. CRF 300 അല്ലെങ്കിൽ അതുപോലുള്ള സഹാറ 300 എന്നൊക്കെ പറയുന്ന ആ ഒരു മോഡലൊന്നും അവർ ഇന്ത്യയിൽ കൊണ്ടു തന്നിട്ടില്ല. ഇതൊക്കെയാണ് ഭാരത് മൊബൈലിറ്റി എക്സ്പോന്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ചാ.